Good morning, students. In the last video, we have seen the problems of dependent branches, and now we are continuing with the last sessions. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോഡിങ്ങിന് നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഇന്ന് ബാക്കിയായിട്ട് നമ്മളൊരു 2 പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യും. അപ്പം അത് ആ 2 പ്രോബ്ലത്തിന് ശേഷം നമ്മളിനി പിന്നീട് അടുത്ത മെത്തേഡിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ലോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Big Bazaar of Kolkata has its branch at Calicut. Goods are invoiced to the branch at cost plus 25%. അതായത് കൊൽക്കത്തയിലുള്ള ബിഗ് ബസാർ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറിന് കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഗുഡ്സ് ഈ പറഞ്ഞ കൊൽക്കത്തയിലുള്ള ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ ബിഗ് ബസാറും ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. അതായത് കാലിക്കറ്റിലുള്ള ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് ഇൻവോയ്സ് പ്രൈസിലാണ് അയക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസിലാണ്, പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ് ഇവിടെ അയക്കുന്നത്. 25% പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ് ഇവിടെ ഗുഡ്സ് കാലിക്കറ്റ് ബ്രാഞ്ചിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ബ്രാഞ്ച് ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു ഡെപ്പോസിറ്റ് ഡെയിലി ഓൾ ക്യാഷ് റിസീവ്ഡ് ബൈ ഇറ്റ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. എല്ലാ ദിവസവും ബ്രാഞ്ചുകൾ അവർക്കുണ്ടാകുന്ന കളക്ഷൻസ് അന്നേരം അതേ ദിവസം തന്നെ കംപ്ലീറ്റും ഹെഡ് ഓഫീസിനെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. You are required to prepare the Calicut branch account in the books of the head office. നമുക്ക് കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് ഓൺ 1st January 2017 അറ്റ് ഇൻവോയ്സ് പ്രൈസ് 8,000. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അടുത്ത ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഓൺ 1st January 2017 5,200. അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 40,000. Return to head office at invoice price 800. Credit sales 30,000. Cash sales 18,700. Cash received from debtors 28,500. Discount allowed 300. Bad debt 500. Sales return 700. Rent and rates 600. Salaries and wages 1,200. Sundry expense 300. Branch stock at invoice price on 31st December 2017 6,000. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തെല്ലാം ഐറ്റം നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പക്ഷേ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, പിന്നെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് മെമ്മോറാൻഡം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കിനി സൊല്യൂഷനിലോട്ട് വരാം. അപ്പം നമ്മൾ ഇനി ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 25% കോസ്റ്റ് ആണ്. അത് കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ലോഡിങ് കണ്ടുപിടിക്കണം. ലോഡിങ് അതായത് എന്തെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്, ഗുഡ്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഗുഡ്സിന് എപ്പോഴൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്ന അതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോഡിങ് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ഗുഡ്സ് കൈമാറിയിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പം 25% ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1/4 ഓഫ് കോസ്റ്റ് ഈക്വൽ ടു 1/5 ഓഫ് ഇൻവോയ്സ് പ്രൈസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പം നമുക്കിനി ഓപ്പണിംഗ് സ്റ്റോക്കിലോട്ട് വരാം. ലോഡിങ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് അതായത് പ്രോഫിറ്റ് 8,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് പറഞ്ഞത്. അത് ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ 1/5 1,600. അതായത് 8,000ൽ 1,600 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ. അടുത്തതായിട്ട് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 6,000 റുപ്പീസ് ആണ് തന്നിട്ടുള്ളത്. ആ 6,000 റുപ്പീസിൽ 1/5 അതായത് 6,000 റുപ്പീസിൽ 1/5 എന്ന് പറയുമ്പോൾ 1,200 പ്രോഫിറ്റ് ആണ്. അടുത്തത് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000 ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അത് ഇൻവോയ്സിലാണ് സെൻഡ് ചെയ്യുന്നത് 8,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. പിന്നീട് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് അതായത് 40,000 ഗുഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് 800 ഗുഡ്സ് എന്ത് ചെയ്തു തിരിച്ചു കൊടുക്കുന്നു. അത് തിരിച്ച് ഹെഡ് ഓഫീസിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. അപ്പം അത് റിട്ടേൺ ചെയ്യുന്നതും ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 800 1/5 എന്ന് പറയുമ്പോൾ 160. ഇവിടെ നമ്മൾ നെറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. നെറ്റ് ലോഡിംഗ് അതായത് 8,000 160 കുറച്ചുകൊണ്ട് 7,840. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളോട് ഇപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000 ഗുഡ്സ് ആണ് ബ്രാഞ്ചിലോട്ട് കൈമാറിയിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം 40,000 രൂപയുടെ ഗുഡ്സിൽ നിന്ന് 800 രൂപയുടെ ഗുഡ്സ് 800 റുപ്പീസിന് ഗുഡ്സ് ബ്രാഞ്ച് പിന്നെ നേരെ തിരിച്ചു കൊടുത്തു. അപ്പൊ തിരിച്ച് അയച്ചു കഴിയുമ്പോൾ ബ്രാഞ്ചിന്റെ കൈവശമുള്ള ഇനി 40,000 ഗുഡ്സ് ബ്രാഞ്ചിന്റെ കൈവശം ഇല്ല. ബ്രാഞ്ചിന്റെ കൈവശമുള്ളത് ഇനി വെറും 39,200 ഗുഡ്സ് മാത്രമേ കൈവശം വരുന്നുള്ളൂ. അപ്പൊ 39,200 1/5 എന്ന് പറയുന്നതാണ് 7,840. അത് ഞാൻ ഈ ലോഡിങ്ങിൽ നിന്ന് കുറച്ച് ഡയറക്റ്റ് എഴുതിയേ ഉള്ളൂ. അതായത് നമ്മൾ ഒന്നുകൂടെ പറയാം, 40,000 ടോട്ടൽ ഉണ്ട്. പക്ഷെ അതിൽ 800 ഗുഡ്സ് റിട്ടേൺ ചെയ്തുകൊണ്ട് ബ്രാഞ്ചിന്റെ കയ്യിൽ വെറും 39,200 ഗുഡ്സ് മാത്രമേ കൈവശമുള്ളൂ. അതുകൊണ്ടാണ് ആ 39,200 1/5 നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് 7,840 ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. കാരണം നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. ഈ ക്ലോസിംഗ് ബാലൻസ് തരാത്തതുകൊണ്ട് തന്നെ നമ്മൾ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 5,200 ഡെബിറ്റ് സൈഡ്, പിന്നെ ടു ക്രെഡിറ്റ് സെയിൽ 30,000. അടുത്തത് ക്രെഡിറ്റ് സൈഡ് ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 28,500. പിന്നീട് ക്വസ്റ്റ്യനുള്ള ബാക്കി ഐറ്റംസ് ബൈ ഡിസ്കൗണ്ട് അലൗഡ് 300, ബൈ ബാഡ് ഡെപ്റ്റ് 500, ബൈ സെയിൽസ് റിട്ടേൺ 700. ടോട്ടൽ വരുന്നത് നമുക്ക് 35,200. ബാലൻസിംഗ് ഫിഗർ 5,200. ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. അടുത്തതായിട്ട് ഇനി നമ്മൾ ഇതിന്റെ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് എന്തെല്ലാം, ബ്രാഞ്ച് സ്റ്റോക്ക് 8,000. അത് ഇൻവോയ്സ് പ്രൈസിൽ ടോട്ടൽ തന്നെ നമ്മൾ എഴുതണം, ഒരിക്കലും ലോഡിങ് കുറച്ച് കാണിക്കാൻ പാടില്ല. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 5,200. അടുത്തത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000 ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് സെൻഡ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ലെസ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് 800 നമ്മൾ കുറച്ച് കാണിക്കുന്നു. അപ്പം 39,200. അപ്പൊ ഡയറക്റ്റ് നമുക്കിനി ഈ 800 ഗുഡ്സിന്റെ നമ്മൾ ലോഡിംഗ് പ്രത്യേകം കാണിക്കേണ്ടി വരുന്നില്ല. നമ്മൾ ലോഡിംഗ് കാണിക്കുമ്പോൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 39,200 മാത്രമായിട്ട് ലോഡിംഗ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഈ 800 കുറച്ചുകൊണ്ട് ഇനി 800 മാത്രമായിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യവും ഇല്ല. അതിനി പ്രത്യേകം അതിന് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒന്നും എഴുതേണ്ട കാര്യവും വരുന്നില്ല. പിന്നെ ടു ബാങ്ക് എന്തെല്ലാം എക്സ്പെൻസുകൾ, റെന്റ്, സാലറി, സൺട്രി എക്സ്പെൻസ്. അപ്പൊ അത് 600, 1,200, 300. ടോട്ടൽ വരുന്ന 2,100. അടുത്ത ഇനി ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എൻട്രി ക്ലോസിംഗിന്റെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു സ്റ്റോക്ക് റിസർവ്. ക്ലോസിംഗിന്റെ നമുക്ക് വരുന്നത് കംപ്ലീറ്റും 6,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതിൽ 1,200 പ്രോഫിറ്റ് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗിന് 8,000 ഉണ്ട്. 8,000 1/5, അതായത് 1,600 ആണ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. അടുത്ത ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 39,200 ആണ് 1/5 വിളിക്കുന്നത്. 39,200 1/5 എന്ന് പറയുമ്പോൾ 7,840. ഓക്കെ, നമ്മൾ ഈ 40,000 800 കുറയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എങ്ങനെ എടുക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ 800 സെപ്പറേറ്റ് ആയിട്ടും കാണിക്കും. പക്ഷെ അങ്ങനെ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി, ആ എൻട്രി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ നെറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണോ ഉള്ളത് അതിന്റെ ഡയറക്റ്റ് നമ്മൾ ലോഡിംഗ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ബൈ ക്യാഷ് സെയിൽസ് കിട്ടി 18,700. അതേപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 28,500. ടോട്ടൽ 47,200 കളക്ഷൻ ആണ് ബ്രാഞ്ചിന് ഉണ്ടാകുന്നത്. അടുത്ത ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ, ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് 6,000. അതേപോലെ തന്നെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 5,200. ടോട്ടൽ വരുന്നത് നമുക്ക് ടോട്ടൽ കഴിയുമ്പം 67,840. ബ്രാഞ്ചിനുണ്ടാകുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് ഇൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. അത് 12,140. അടുത്തായിട്ട് ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തേക്കാം. ഈ ഒരു പ്രോബ്ലത്തോട് കൂടി കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു മെത്തേഡ് തീരുക. ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി. മാക്സ് ഫാഷൻസ് സെൻഡ് ഗുഡ്സ് ടു ഇറ്റ്സ് ട്രിവാൻഡ്രം ബ്രാഞ്ച് at cost plus 25%. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്ന ഒരു മാക്സ് ഫാഷൻ എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റും, അല്ലെങ്കിൽ മാക്സ് ഫാഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി
ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്ന അവരുടെ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സാധനം ഇൻവോയ്സ് പ്രൈസിലാണ്, അതായത് 25% പ്ലസ് പ്രോഫിറ്റിന് തന്നെയാണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്. ഐറ്റംസ് നമുക്ക് നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st January 2017 അറ്റ് ഇൻവോയ്സ് പ്രൈസ് 40,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഡെപ്റ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1st January 2017, ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 24,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 1,25,000. ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ് 5,000. ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ് 20,000. ക്യാഷ് സെയിൽസ് 85,000. Credit sales 60,000. Discount allowed 2,000. Bad debt return of 500. Goods transferred from Cochin branch 20,000. Goods transferred to Kottayam branch 10,000. Returned by customers 1,500. Stock at branch on 31st December 2017 at invoice price 50,000. Closing stock on. Debtors at branch on 31st December 2017 28,000. Expense outstanding on 31st December 2017 2,000. Expense outstanding ഇതൊരു ലൈബിലിറ്റിയാണ്. അപ്പം നമ്മളിത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് വേണം ഇവിടെ കാണിക്കാൻ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ലക്നൗ ബ്രാഞ്ചിലോട്ടെന്നൊക്കെ പറഞ്ഞ് അലഹബാദ് ബ്രാഞ്ചിലും ലക്നൗ ബ്രാഞ്ചിലോട്ടും, അതായത് അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് സാധനങ്ങൾ നമ്മുടെ ബ്രാഞ്ചിലോട്ട് എത്തിക്കുന്നു, അതേപോലെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ലക്നൗ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് കൊച്ചിയിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് എത്തിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് കോട്ടയം ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ വരുമ്പോൾ കൃത്യമായിട്ടും അതിനും ലോഡിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ലോഡിംഗ് എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. അപ്പൊ 25% ഓഫ് കോസ്റ്റിന്റെ 25% ആണ് പ്രോഫിറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ലോഡിംഗ് എന്ന് പറയുമ്പോൾ 1/4 ഓഫ് കോസ്റ്റ് ഈക്വൽ ടു 1/5 ഓഫ് ഇൻവോയ്സ് പ്രൈസ് തന്നെ വരും. അപ്പൊ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്. അതിന്റെ 1/5 എന്ന് പറയുമ്പോൾ 8,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 ആണ്. അതിന്റെ 1/5 എന്ന് പറയുമ്പോൾ 10,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. ഇനി ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പൊ നമ്മളിവിടെ നെറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പൊ നോക്കുവാണെങ്കിൽ 1,20,000 റുപ്പീസിന് സാധനങ്ങൾ ഹെഡ് ഓഫീസ് നേരെ ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പ്ലസ് 20,000 ഇതെന്ന് പറയുന്നത് കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തിക്കുക. കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്നാണ് സാധനങ്ങൾ നമ്മുടെ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് 20,000. അപ്പം 1,20,000 ഓൾറെഡി എത്തി. അതിൽ നിന്ന് കൊച്ചി ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ബ്രാഞ്ചിലോട്ട് എത്തിക്കുന്നു. മൈനസ് 10,000 ഇതെന്ന് പറഞ്ഞാൽ കോട്ടയം ബ്രാഞ്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ടോട്ടൽ എത്രയാണോ എത്തിയത്, എത്ര ഗുഡ്സ് ആണോ എത്തിയത്, അതിൽ നിന്ന് 10,000 റുപ്പീസിന് ഗുഡ്സ് നമ്മൾ കോട്ടയം ബ്രാഞ്ചിലോട്ട് കൈമാറുന്നു. അപ്പം ടോട്ടൽ വരുമ്പോൾ 1,30,000 ഗുഡ്സ് ഇപ്പം നമ്മുടെ ബ്രാഞ്ചിന്റെ കൈവശമുണ്ട്. അതിന്റെ 1/5 ലോഡിംഗ് എന്ന് പറയുമ്പോൾ 26,000 റുപ്പീസ് ആണ് ലോഡിംഗ് മൊത്തത്തിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് 1,30,000 ഗുഡ്സ് ഇപ്പം നമ്മുടെ ബ്രാഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ 1/5 26,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് നമ്മുടെ ബ്രാഞ്ചിന് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ഈ പ്രോബ്ലത്തിന്റെ ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടാണ് തന്നിട്ടുള്ള കാര്യം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടില്ല. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന മെമ്മോറാൻഡം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇവിടെ വീണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് 24,000. അടുത്ത് ടു ക്രെഡിറ്റ് സെയിൽ 60,000. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബൈ ഡിസ്കൗണ്ട് അലൗഡ് 2,000, ബൈ ബാഡ് ഡെപ്റ്റ് 500, ബൈ സെയിൽസ് റിട്ടേൺ 1,500, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 28,000. നമുക്ക് ടോട്ടൽ 84,000 വരും. ബാലൻസിങ് ഫിഗർ 52,000. ഇതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അടുത്തായിട്ട് നമുക്കിനി ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് നോക്കാം. ഇതിന്റെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് എല്ലാത്തിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് 40,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 24,000. അതുപോലെ അടുത്ത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,25,000. പക്ഷെ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ട് ലെസ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് 5,000. അപ്പം മൊത്തം 1,20,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അടുത്ത ടു ട്രാൻസ്ഫർ ഫ്രം കൊച്ചിൻ 20,000.
നമ്മുടെ ബ്രാഞ്ചിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കുകയാണെങ്കിൽ, അതായത് വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. അടുത്ത് ടു ബാങ്ക് 20,000, അതായത് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് മീറ്റ് ചെയ്യുന്ന 20,000 ചെക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. അടുത്ത ടു സ്റ്റോക്ക് റിസർവ് ലോഡിങ് 10,000, അതായത് ക്ലോസിംഗ് നമുക്ക് 50,000 1/5 എന്ന് പറയുന്നത് 10,000. ആ 10,000 ആണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് ടു ബാലൻസ് ക്യാരി ഡൗൺ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇത് ലൈബിലിറ്റിയാണ്, ഓപ്പണിംഗ് ബാലൻസ് ഒരു ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് തന്നെ 2,000 ആയിട്ട് ഇവിടെ കാണിക്കുന്നു. സോറി, ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗ് ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000 ആയിട്ട് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നു. അടുത്ത് ക്രെഡിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ബൈ സ്റ്റോക്ക് റിസർവ് ലോഡ് 8,000, അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ 40,000 1/5, അപ്പം 8,000 പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. അടുത്ത ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലോഡ് 26,000, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,20,000 നമുക്ക് ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ 20,000 ഗുഡ്സ് കൊച്ചിയിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് എത്തുന്നു. 1,40,000 നിന്ന് 10,000 റുപ്പീസിന് ഗുഡ്സ് നമ്മൾ കോട്ടയം ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം 1,30,000 ഗുഡ്സ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ മൊത്തത്തിലുള്ള ഹോൾഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ആണ് 26,000. അടുത്ത ബൈ ട്രാൻസ്ഫർ ടു കോട്ടയം, അത് 10,000. നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വേറെ ഏത് ബ്രാഞ്ചിലോട്ട് അയച്ചാലും അത് ക്രെഡിറ്റ് സൈഡ് വേണം കാണിക്കാൻ. പിന്നെ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഇനി ഈ 10,000 നമ്മൾ ഒരിക്കലും ലോഡിങ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തത്, ഇവിടെ നമ്മൾ കുറച്ചാണ് നമ്മൾ ഈ ലോഡിങ് കാണിക്കുന്നത്. അതായത് 26,000-നകത്ത് ഒരിക്കലും ഈ 10,000 പ്രോഫിറ്റ് വരുന്നില്ല. 10,000 പ്രോഫിറ്റ് ഒഴിവാക്കിയിട്ടുള്ളതാണ് 26,000 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ 10,000 പ്രോഫിറ്റ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ 10,000 ഓൾറെഡി നമ്മൾ കുറച്ചിട്ടാണ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ 10,000 പ്രോഫിറ്റ് നമ്മൾ ഇനി പ്രത്യേകം അതിന്റെ കോട്ടയത്തോട്ടുള്ള അയക്കുന്നതിന്റെ ലോഡിങ് നമ്മൾ ഇനി കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ലക്നൗ ബ്രാഞ്ചിന്റെ പ്രത്യേകം നമ്മൾ ലോഡിങ് നമ്മൾ പ്രത്യേകം കാണിച്ചായിരുന്നു. അത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് നമ്മൾ ഗുഡ്സ് എത്ര ആണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഗുഡ്സ് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ലക്നൗ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സ് കുറച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് അങ്ങനെ കാണിച്ചത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കോട്ടയം ബ്രാഞ്ചിലോട്ട് അയക്കുന്ന ഗുഡ്സ് കംപ്ലീറ്റും കുറച്ച് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ലോഡിങ് കോട്ടയം ബ്രാഞ്ചിൽ മാത്രം ഇനി കണ്ടുപിടിക്കാത്തത്. അടുത്തത് ബൈ ക്യാഷ് സെയിൽസ് 85,000, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 52,000. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 1,37,000. അടുത്ത ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ഇനി ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് 50,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 28,000. അപ്പൊ ടോട്ടൽ വരുന്നത് 2,59,000. നമുക്ക് ബ്രാഞ്ചിന് ഉണ്ടാകുന്ന ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് 23,000. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നമ്മുടെ ഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഫസ്റ്റ് മെത്തേഡ് ഇപ്പൊ നമ്മളിവിടെ കംപ്ലീറ്റും തീർത്തു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറഞ്ഞ രണ്ട് മെത്തേഡായിരുന്നു. ഒന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, പിന്നെ ഒന്ന് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. അപ്പൊ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് നമ്മൾ 3 കേസ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് 3 കേസാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്, ഒന്നാമത്തേത്. പിന്നെ ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ഓൺലി. ലാസ്റ്റ് കേസ് ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. അങ്ങനെ ഈ 3 മെത്തേഡാണ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ വരുന്നത്. ഈ 3 മെത്തേഡ് നമ്മളിപ്പോൾ കംപ്ലീറ്റും തീർത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ നമ്മുടെ ബ്രാഞ്ചിലോട്ട് അഡോപ്റ്റ് ചെയ്യുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്രാഞ്ചിൽ ഒരുപാട് ഓപ്പറേഷൻസുകൾ നടക്കുകയാണെങ്കിൽ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു ബ്രാഞ്ചുകളിൽ നടക്കുകയാണ്, ഒരു ബ്രാഞ്ചിനകത്ത് ഒരുപാട് ഓപ്പറേഷൻസ്, അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ, ഒരുപാട് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പം ഏറ്റവും നല്ല സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പം ആ ബ്രാഞ്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പം ആ ഹെഡ് ഓഫീസ് പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല ബ്രാഞ്ചിന്റെ കംപ്ലീറ്റ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. അപ്പം ഇത് 2 കാരണവശാലാണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം.
When the branch operates on the big scale and the head office desire to exercise better control on the working of the branch, stock and debtor system is preferred. This system is followed when goods are sent to branch at invoice price, which itself is the selling price. രണ്ടാമത്തെ, ബ്രാഞ്ച് മാനേജർ ഈസ് നോട്ട് എംപവേർഡ് ടു ചേഞ്ച് ദ സെല്ലിംഗ് പ്രൈസ്. അതായത് എപ്പോഴൊക്കെ ബ്രാഞ്ചിന് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് വലിയ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു ബ്രാഞ്ചിൽ നടക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല സിസ്റ്റം അവർ അഡോപ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഈ പറഞ്ഞെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം ആണ്. അപ്പൊ അത് ഈ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് റീസൺ ഉണ്ടാവും. ഒന്നെങ്കിൽ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് വിച്ച് ഇറ്റ്സെൽഫ് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. ഗുഡ്സ് എപ്പോഴും ബ്രാഞ്ചിലോട്ട് കൈമാറുന്നത് സെല്ലിംഗ് പ്രൈസിലായിരിക്കും, അതായത് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും സാധനങ്ങൾ കൈമാറുന്നതെങ്കിൽ ഈ സിസ്റ്റം ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത്, ബ്രാഞ്ച് മാനേജർ ഒരു കാരണവശാലും സെല്ലിംഗ് പ്രൈസിൽ മാറ്റം വരുത്താൻ പാടില്ല. അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൈമാറിയിട്ടുള്ളത് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ ആ ഇൻവോയ്സ് പ്രൈസിൽ ഒരു കാരണവശാലും ബ്രാഞ്ച് മാനേജറിന് മാറ്റം വരുത്താൻ ഒരു അധികാരമില്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോഴാണ് ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം വരാൻ കാരണം, സംശയം ഇങ്ങനെ വന്നേക്കാം, ഇപ്പൊ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് നമ്മൾ ഈ കഴിഞ്ഞ മെത്തേഡിലും ചെയ്തല്ലോ. അപ്പൊ ഇതുകൂടി ഇതിനകത്ത് പറയാൻ കാരണം മെയിൻ ആയിട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരേ ഒരു റീസണേ ഉള്ളൂ. ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഒരുപാടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പ്രവർത്തനം തന്നെ ഒരുപാട് വർക്കൊന്നും ഇല്ല, സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡെപ്റ്റർ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വർക്ക് ലോഡ് ഒരുപാട് കൂടുമ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് അക്കൗണ്ട്സുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് കാര്യങ്ങൾ വരുമ്പോഴാണ്, ഓപ്പറേഷൻസ് ഒക്കെ ഒരുപാട് നടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ഒരുപാട് അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പഴയ സിസ്റ്റത്തിനകത്ത് ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഒരുപാട് അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ഞാൻ നിങ്ങൾ ഈ ടെക്സ്റ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിനകത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലെ കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ ഓരോ അക്കൗണ്ടിനും ഓരോ കംപ്ലീറ്റും ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ടെക്സ്റ്റിനകത്ത് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിനകത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരുന്നത്. അപ്പം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആദ്യത്തെ നോക്കാം. Branch stock account is a real account prepared by the head office to control the movement of stock in an effective way. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ, ഒരു റിയൽ അക്കൗണ്ട് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ്, സ്റ്റോക്കിന്റെ എത്രത്തോളം സ്റ്റോക്കിന്റെ കംപ്ലീറ്റും വേരിയേഷൻ, അതായത് സ്റ്റോക്ക് എത്രത്തോളം നമ്മൾ ബ്രാഞ്ചിലോട്ട് അയച്ചിട്ടുണ്ട്, ബ്രാഞ്ചിൽ നിന്ന് എത്രത്തോളം ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അപ്പം അതിനെക്കുറിച്ച് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ ഇത്രയേ ഉള്ളൂ. വേരിയേഷൻസ്, അതായത് ചേഞ്ച്, സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ച്, എത്രത്തോളം സ്റ്റോക്ക് വിറ്റുപോയി, എത്രത്തോളം സ്റ്റോക്ക് റിട്ടേൺ ആയിട്ട് വന്നു, എത്രത്തോളം ഓപ്പണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ പറഞ്ഞ ഡിഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്താനാണ് ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസിലാണ് എപ്പോഴും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഷോ ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് സ്റ്റോക്ക്. Any item that increases the branch stock is debited and any item that decreases the branch stock is credited. എപ്പോഴൊക്കെയാണോ ബ്രാഞ്ച് സ്റ്റോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോക്കിന്റെ അളവ് കൂടുകയോ അത് ഡെബിറ്റ് ചെയ്യുന്നു, എപ്പോഴൊക്കെ ബ്രാഞ്ച് സ്റ്റോക്കിൽ അളവ് കുറയുന്നത് നമ്മൾ ക്രെഡിറ്റ് കാണിക്കുകയും ചെയ്യും. The excess of debit side over credit side is treated as closing stock. If there is a difference between debit side and credit side even after entering closing stock, it is treated as surplus or shortage of സ്റ്റോക്ക്. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡും കുറവാണെങ്കിൽ മിച്ചം വരുന്നതാണ് നമ്മൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിച്ചതിന് ശേഷം എന്തെങ്കിലും ഡിഫറൻസ് എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സർപ്ലസ് ആയിട്ട് പറയും, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ്, ഒന്നെങ്കിൽ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എന്ന് നമ്മൾ വിളിക്കും. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ആണ് ഈ തന്നേക്കുന്നത്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അതായത് സർപ്ലസ് വരികയാണെങ്കിൽ. അതേപോലെ ലോഡിംഗ് ഇൻ സർപ്ലസ്, അതായത് ടു ബ്രാഞ്ച് ക്രെഡിറ്റ് സൈഡ് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബൈ ക്യാഷ്, ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അത് ക്രെഡിറ്റ് സൈഡാണ്, ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ലോഡിംഗ് ഇൻ ഷോർട്ടേജ്, നമുക്ക് ഷോർട്ടേജ് വരുവാണെങ്കിൽ അതിലുണ്ടാകുന്ന പ്രോഫിറ്റ് എത്രത്തോളമാണ്, ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബൈ ബാലൻസ് ക്യാരിഡ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇതാണ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് വരച്ച്
കംപ്ലീറ്റ് ആയിട്ട് നോട്ടാക്കി എടുത്തോണം. ഇതിന് കുറച്ച് എൻട്രീസ് ഉണ്ട്. ആ എൻട്രീസ് വെച്ച് വേണം പോസ്റ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഒന്നാമത് നോക്കിയാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അത് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് നമ്മൾ സെൻഡ് ചെയ്യുകയും അതേപോലെ അടുത്ത് ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ. അടുത്തത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ക്യാഷ് സെയിൽസ്. ഈ എൻട്രീസ് ഒക്കെ ഇപ്പം അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് കൂടുതൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വലുതായിട്ട് മനസ്സിലാകത്തില്ല നമുക്ക്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്താലും നമുക്ക് കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് റഫായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പം അടുത്ത എൻട്രി നോക്കാം. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് ഷോർട്ടേജ് ആൻഡ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു 1000 കിലോ ഓറഞ്ച് ഞാൻ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് അയക്കുന്നു. 1000 കിലോ ഓറഞ്ച് ഞാൻ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 1000 കിലോ എത്തിച്ചേരുമ്പോൾ എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് എത്തിച്ചേരുന്നതെങ്കിൽ ഉറപ്പായിട്ട് 1000 കിലോയിൽ 1 കിലോയോ അല്ലെങ്കിൽ ഒരു 2 കിലോയോ ചിലപ്പം കേടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാം. അപ്പം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നോർമൽ ലോസ് ഉണ്ടാകാം. ഇപ്പോൾ 1000 കിലോ ഓറഞ്ച് ഉണ്ടെങ്കിൽ 1000 കിലോ സുരക്ഷിതമായിട്ട് അവിടെ എത്തണമെന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലൊന്ന് കേടാകുകയോ അല്ലെങ്കിൽ ചീഞ്ഞു പോയോ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ വല്ല ലോസ് ഉണ്ടായേക്കാം. അപ്പം അങ്ങനെ വരുമ്പം അതൊരു നോർമൽ ലോസാണ്. അതായത് എനിക്ക് ഉറപ്പാണ് 1000 കിലോയിൽ 1-2 കിലോ വേസ്റ്റ് ആയി പോകും, ബാക്കി വരുന്നത് ചിലപ്പം എനിക്ക് വിൽക്കാൻ സാധിക്കും. അപ്പം 1-2 കിലോ ഉണ്ടാകുന്ന വേസ്റ്റ് എനിക്കറിയാം, അതുണ്ടാകുക തന്നെ ചെയ്യും. അതിനെയാണ് നോർമൽ ലോസ് എന്ന് വിളിക്കുന്നത്. അതായത് എനിക്കറിയാം ആ ലോസ് ഉണ്ടാകുമെന്ന്. അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന നഷ്ടം. ഇപ്പം ഞാൻ ഈ 1000 കിലോ ഗുഡ്സ് 1000 കിലോയുടെ ഓറഞ്ച് ഞാൻ തമിഴ്നാട്ടിൽ അയക്കുമ്പം പോകുന്ന വഴിക്ക് വണ്ടി മറിയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും 1000 കിലോ ഓറഞ്ച് മോഷണം പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മഴയത്തോ എന്തെങ്കിലും കാരണവശാൽ ആ ഓറഞ്ചിന് വല്ലതും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ 1000 കിലോയിൽ ഒരു 800 കിലോയോളം നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന നഷ്ടം എനിക്കുണ്ടാകുന്നതിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും ആക്സിഡന്റ് മൂലം നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെയൊക്കെയാണ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലോസിനെ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ ലോസ്. അപ്പം ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഡ്യൂ ടു സ്പോയിലേജ്, ലീക്കേജ് എക്സെട്ര ഈസ് ക്രെഡിറ്റഡ് ഇൻ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. The required journal entries, branch adjustment account, loading account debtor to branch profit and loss account, cost account debtor to branch stock account. The above entries passed in the case of abnormal losses also. Surplus is debited to branch account. The required journal entries, branch stock account debtor to branch adjustment account to branch profit and loss account. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ബ്രാഞ്ച് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം വേ ആസ് ദാറ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഒരു ഡെപ്റ്റേഴ്സ് സിസ്റ്റം പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇറ്റ് വിൽ റിവീൽ ദ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഈസ് റെക്കോർഡഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആൻഡ് ലോഡിംഗ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ പാസിംഗ് എ റിവേഴ്സ് എൻട്രി. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദ ബാലൻസ് ടു പർച്ചേസ് അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. സോ ഒറ്റയടിക്ക് പറയുവാണെങ്കിൽ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെയിനായിട്ടും നമ്മുടെ ബ്രാഞ്ചിലോട്ട് എത്ര രൂപയുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ എത്ര രൂപയുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഇപ്പം 1,00,000 രൂപയുടെ സാധനം നമ്മുടെ ബ്രാഞ്ചിലോട്ട് അയക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്ന് ചിലപ്പോൾ സാധനങ്ങൾ വീണ്ടും ഹെഡ് ഓഫീസിലോട്ട് കുറച്ച് രൂപയുടെ 1,00,000 രൂപയിൽ 20,000 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ 10,000 രൂപയുടെ ഗുഡ്സ് വേറൊരു ബ്രാഞ്ചിലോട്ട് അയക്കാം, അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്താം. അപ്പം ഇങ്ങനെ പല രീതിയിലും ട്രാൻസ്ഫർ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര രൂപയുടെ ഗുഡ്സ് നമ്മുടെ ബ്രാഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് ഇതിന്റെ ബാലൻസിങ് ഫിഗർ വല്ലതും വരികയാണെങ്കിൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലോട്ട് മാറ്റുക തന്നെ ചെയ്യും. അതിന്റെ എൻട്രീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഫോർ ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് സെൻഡ് ഉണ്ട്. നെറ്റ് ഗുഡ് സെൻഡ്, നെറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് പ്ലസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ് മൈനസ് ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ് പ്ലസ് ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഫോർമുല വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിൽ എത്ര രൂപയുടെ ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു പർച്ചേസ് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്.
ബാലൻസിങ് ഫിഗർ വരുന്നത് നമ്മൾ ഈ പർച്ചേസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ് ഇവിടെ മാറ്റേണ്ടത്. അടുത്ത് മൂന്നാമത്തെ അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ദി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും ഉണ്ടാകുന്ന ലോഡിംഗ്, അത് പ്രോഫിറ്റ്, അത് നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിലോട്ടാണ് രേഖപ്പെടുത്തുന്നത്. അതിന്റെ എൻട്രീസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. രണ്ടാമത്തെ, അതായത് ഫോർ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റ് അറ്റ് ദ ബിഗിനിങ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ ടു സ്റ്റോക്ക് റിസർവ്. നറേഷൻ ഫോർ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദി എൻഡ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുത്തോണം. നാലാമത്തെ അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ആയിട്ടും ഓരോ ബ്രാഞ്ചിന് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Branch adjustment account is prepared to calculate the gross profit of the branch. This account is similar to branch trading account. It is debited with the stock reserve account, goods sent to branch, and branch stock account. അതിൻ്റെ ഫോർമാറ്റാണ് നമുക്ക് ഈ താഴെ തന്നിട്ടുള്ളത്. ഈ ഫോർമാറ്റ് എഴുതി കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു വെച്ചോണം. അതായത് കംപ്ലീറ്റ് ഇത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബ്രാഞ്ചിന് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ എൻട്രീസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ട്രാൻസ്ഫറിങ് ഗ്രോസ് പ്രോഫിറ്റ്. ഇതിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഗ്രോസ് പ്രോഫിറ്റ്, അത് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് വേറെ ഒരു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് മാറ്റുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ എൻട്രി, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ലോസ് ആണെങ്കിൽ മാത്രം. അടുത്തത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. This account is prepared in the similar manner that of debtor system, but bad debt allowance and discount allowed are debited to branch expense account and the same is credited to branch debtors account. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ബാഡ് ഡെപ്റ്റ് ആകാം, അലവൻസ് ആകാം, ഡിസ്കൗണ്ട് അലൗഡ് ആകാം. ഇതെല്ലാം നമ്മൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പം അതിൻ്റെ എൻട്രി, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഫോർ റിസീപ്റ്റ് ഫ്രം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കളക്ഷൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, അതായത് ഡിസ്കൗണ്ട് അലൗഡോ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ബ്രാഞ്ച് എക്സ്പെൻസ് വന്ന് വേണം കാണിക്കാൻ. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ബ്രാഞ്ച് സ്റ്റോക്ക്, ക്രെഡിറ്റ് സെയിൽ, അതുപോലെ ക്രെഡിറ്റ് സൈഡ് ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, അതുപോലെ ബ്രാഞ്ച് സ്റ്റോക്ക് സെയിൽസ് റിട്ടേൺ ബൈ ബ്രാഞ്ച് എക്സ്പെൻസ്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ്, അതുപോലെ ബാലൻസ് ക്യാരിഡ് ഓൺ. ഇതാണ് ഫോർമാറ്റ് കംപ്ലീറ്റ്. അടുത്തതായിട്ട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. This account is prepared to know the expense incurred by the branch. Expense like salaries, bad debt, discount, depreciation of assets are debited to branch expense account and the balance of the account is transferred to branch profit and loss account. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് എക്സ്പെൻസുകൾ നമ്മളിട്ട് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്, അത് ഏതൊക്കെ ഐറ്റത്തിനാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, അതൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം, എക്സ്പെൻസ് മാത്രം കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പം ഇതിന്റെ മെയിൻ ഉദ്ദേശം, നമ്മൾ നേരത്തെ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ചെയ്തിരുന്ന കംപ്ലീറ്റ് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് തന്നെയാണ് കംപ്ലീറ്റ് കണ്ടിട്ട് നമ്മുടെ സെയിൽസും നമ്മുടെ എക്സ്പെൻസും എല്ലാം കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതേ സെയിം ഐറ്റം തന്നെ അതിനകത്ത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഈ മെത്തേഡിനകത്ത് ഇത്രയേ ഉള്ളൂ ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റും ഓരോ അക്കൗണ്ടിനകത്തും ഓരോരോ ഐറ്റമാണ് നമ്മൾ എഴുതുന്നത്. കംപ്ലീറ്റും മറ്റേതിനകത്ത് ഒരൊറ്റ അക്കൗണ്ടിനകത്ത് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയെങ്കിൽ ഇതിനകത്ത് ഓരോ ഐറ്റം രേഖപ്പെടുത്താൻ ഓരോ അക്കൗണ്ടുകളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എൻട്രീസ് നോക്കാം. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്, സാലറി, റെന്റ് ആൻഡ് പെറ്റി എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗൻസ് എക്സെട്ര. ലാസ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അസറ്റ്സ് ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. അസറ്റ്സ് ഫിക്സഡ് അസറ്റ്സിന് കൊടുക്കുന്നതാണ്.
ഇനി അടുത്തത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ബ്രാഞ്ച് എക്സ്പെൻസിൽ ഉണ്ടാകുന്ന ബാലൻസിങ് ഫിഗർ എത്രയാണോ അത് നമ്മൾ അടുത്ത അക്കൗണ്ടിലോട്ട് മാറ്റുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിന്റെ ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ ബ്രാഞ്ച്. അത്രയും മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ടും ഈ ഓരോ ബ്രാഞ്ചിനും ഉണ്ടാകുന്ന എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് ആണ് അത് കണ്ടുപിടിക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫോർമാറ്റാണ് ഇത് തന്നിരിക്കുന്നത്, അത് നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഗ്രോസ് ലോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് ഷോർട്ടേജ്, പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, അതേപോലെ ക്രെഡിറ്റ് സൈഡ് ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് സർപ്ലസ്, ബൈ ഇൻഷുറൻസ് ക്ലെയിം, ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് കംപ്ലീറ്റും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആയാലും അല്ലെങ്കിൽ ലോസ് ആയാലും നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റ് കംപ്ലീറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇവിടെ മാറ്റുന്നത്. ഇനി ലാസ്റ്റ് അക്കൗണ്ടാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻസ് സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് അസറ്റ് സച്ച് as branch furniture account, branch building account, branch cash account, etc. Branch cash account show the receipt or payment of cash and is prepared in the usual manner. It is maintained to exercise control over the cash sent to branch and cash received by the branch from debtors. In the case of fixed asset, opening value of asset and purchase value are debited, depreciation on asset is credited and the balance show the closing balancing of assets. ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കംപ്ലീറ്റും ഇപ്പോൾ ഫർണിച്ചർ ആകാം, ബിൽഡിംഗ് ആകാം, മെഷീനറി ആകാം, ഇതിനൊക്കെ ഓരോരോ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് സാധാരണ പ്രിപ്പയർ ചെയ്ത് കണ്ടിട്ടുള്ള ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് എത്രത്തോളം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾക്ക് എക്സ്പെൻസ് വഹിക്കാനായിട്ട് എത്രത്തോളം എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ ബ്രാഞ്ച് എത്രത്തോളം കളക്ഷൻസ് എല്ലാ ദിവസം ഹെഡ് ഓഫീസിന് കൈമാറുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ ക്യാഷ് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ 8 അക്കൗണ്ടുകൾ ഉള്ളത്. അപ്പൊ ഈ 8 അക്കൗണ്ടിനകത്തെ കാര്യങ്ങൾ, ഈ എൻട്രീസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു 2 പ്രോബ്ലം മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനുശേഷം നമ്മൾ ഇനി അടുത്ത് പിന്നെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിലോട്ടാണ് കിടക്കുന്നത്. അപ്പൊ 2 പ്രോബ്ലം നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. പക്ഷേ അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് പറഞ്ഞ പോലെ തന്നെ അത്രയും കുറച്ചും കൂടി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ ഐറ്റത്തിനും ഓരോരോ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും വേണം, കംപ്ലീറ്റ് എല്ലാം കാര്യങ്ങളും ചെയ്യുകയും വേണം. അതേപോലെ ഇന്ന് പഠിപ്പിച്ച ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഇൻവോയ്സിന്റെ 2 പ്രോബ്ലത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ ഇന്ന് പറഞ്ഞ തിയറി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തിയറി അക്കൗണ്ട്സ് നമ്മളിപ്പോൾ എൻട്രി പറഞ്ഞാലും ഈ അക്കൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് അത്രത്തോളം ഡീപ്പായിട്ട് മനസ്സിലാകത്തില്ല. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നുകൂടെ ക്ലിയർ ആകത്തുള്ളൂ. അപ്പം തിയറി ജസ്റ്റ് അത്രത്തോളം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിയറി കംപ്ലീറ്റ് ഇങ്ങനെ തന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടെങ്കിലും പക്ഷേ ടെക്സ്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഫോർമാറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടെ കൂടെ ക്ലിയർ ആവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്സ്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നത്. അപ്പം കംപ്ലീറ്റും ആ 2 കണക്കും നോക്കണം. ആ 2 കണക്കും നോക്കിയതിനു ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വിളിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്തോണം. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക്. So we will continue with our next sessions on Monday. Thank you. Stay home and stay safe.